ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയിട്ട് ചൂട് സഹിക്കാൻ വയ്യാത്ത സമയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വാട്ടർ മെലണും കുക്കുംബറും ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ല വെജിറ്റബിളും ഫ്രൂട്ടും ആണ്. ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് രണ്ടിലും. ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വാട്ടർ മെലൺ കുക്കുംബർ ജ്യൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്കൊരു ഹാഫ് വാട്ടർ മെലൺ വേണം. ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഈ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെയും പകുതി 4/1 എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതി എടുക്കുക. പിന്നെ ഒരു വലിയ നാരങ്ങ എടുക്കുക. ചെറിയ നാരങ്ങയല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാരങ്ങ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയും ഐസ് ക്യൂബും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വാട്ടർ മെലണും കുക്കുംബറും കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ജ്യൂസ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർ മെലണും കുക്കുംബറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ മെലണിൻ്റെ സീഡ്സ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. കുക്കുംബറിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്തു. നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ വാട്ടർ മെലണിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് തന്നെ അടിച്ചോളൂ. ഞാനിപ്പോൾ ഈ ഇതിലൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഒരു ഫിൽറ്റർ ഉള്ള മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നതുകൊണ്ടാണ് സീഡ്സ് റിമൂവ് ചെയ്യാതെ ജ്യൂസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സീഡ്സ് റിമൂവ് ചെയ്ത് സമയം പോവില്ല. അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ നമ്മുടെ സീഡ്സ് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഉള്ളിലും ജ്യൂസ് ഇപ്പുറത്തുമായിട്ട് കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വാട്ടർ മെലൺ മുഴുവൻ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. കട്ട് ചെയ്തപ്പോൾ ആ ഒരു ഹാഫ് കട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ കുക്കുംബറും കൂടി ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുക്കുംബർ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും പഞ്ചസാരയും നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഐസ് ക്യൂബ് ഞാൻ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ മധുരം എത്ര വേണം, വാട്ടർ മെലണിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇനി വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ സാധാരണ മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐസ് ക്യൂബ് വേണ്ട. ഈ ഒരു ഗ്ലാസ് കണക്കാക്കി നമ്മൾ ഐസ് ക്യൂബ് ഇട്ടാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 2-3 ചെറിയ പീസ് കുക്കുംബറും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, കാണാൻ അധികം കിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ഇട്ട് കൊടുത്തേക്കാം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് തണുപ്പോടു കൂടി തന്നെ സെർവ് ചെയ്യാം. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റാൻ. ഞാൻ മധുരം നോക്കിയപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കുംബർ വാട്ടർ മെലൺ ജ്യൂസിൻ്റെ പരിപാടി. എളുപ്പമല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.